this video, I am going to discuss about nomenclature of plain milling cutter. What are the important elements in a plain milling cutter? So this is the figure which explain nomenclature of a plain milling cutter. So we can discuss one by one what are the main elements in a plain milling cutter. So first one, cutting edge. It is the only portion of the milling cutter that touches the workpiece. It is the edge formed by the face and land. See, ഇതിനെയാണ് കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. See, cutting edge, that is the only portion of the milling cutter that touches the workpiece. So milling cutterലെ ഈ ഒരു എഡ്ജ് മാത്രമേ വർക്ക്പീസുമായിട്ട് എന്ത് ചെയ്യുള്ളൂ, ടച്ച് ചെയ്യുള്ളൂ. സോ ഈ ഒരു എഡ്ജിനെയാണ് കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. And that is formed by the face and land. സോ ഈ ഒരു പോർഷനെയാണ് ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനെയാണ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡും ഫേസും ചേർന്നിട്ടാണ് ഈ കട്ടിംഗ് എഡ്ജ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്താണ് ലാൻഡ്. ലാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ നേരോ സർഫസ് ഓൺ ദ ബാക്ക് ഓഫ് ദി കട്ടിംഗ് എഡ്ജ്. സോ ഈ ഒരു പോർഷനെയാണ് ലാൻഡ് എന്ന് പറയുന്നത്. ലാൻഡ് ഈസ് എ നേരോ സർഫേസ് ഇൻ ദ ബാക്ക് ഓഫ് ദി കട്ടിംഗ് എഡ്ജ്. സോ കട്ടിംഗ് എഡ്ജിന് തൊട്ട് ബാക്കിലായിട്ടുള്ള നേരോ സർഫസിനെയാണ് എന്ത് പറയുക, ലാൻഡ് എന്ന് പറയുക. ദെൻ ഫേസ് ഓർ ടൂത്ത്. Face is the front portion of the tooth. The chip slides over the tooth. So ടൂത്തിൻ്റെ ഫ്രണ്ട് പോർഷനെയാണ് ടൂത്ത് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടൂത്ത് ഫേസ്. ദിസ് ഇസ് ദ ഫ്രണ്ട് പോർഷൻ ഓഫ് ദി ടൂത്ത്. ത്രൂ ദിസ് ഫേസ് ദ ചിപ്പ് സ്ലൈഡ്സ് ഓവർ. അപ്പോൾ ഈ ഒരു ഫേസിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ചിപ്പ് മൂവ് ചെയ്യുന്നത്. ദെൻ ബാക്ക് ഓഫ് ടൂത്ത്. It is a portion of the tooth behind the land. It slopes downward from the land. It gives clearance to the tooth. So what do you mean by back of tooth? See, this is the back of tooth. This portion is known as back of tooth. So back of tooth means it is a portion of the tooth behind the land. ലാൻഡിന് ബാക്കിലുള്ള സൈഡിനെയാണ് ബാക്ക് ഓഫ് ടൂത്ത് എന്ന് പറയുന്നത്. It is sloped downwards from the land. It gives clearance to the tooth. അപ്പോൾ അത് ലാൻഡിൽ നിന്ന് ഡൗൺവേർഡ് ആയിട്ട് സ്ലോപ്പ് ചെയ്യും ആൻഡ് പ്രൊവൈഡിങ് ക്ലിയറൻസ് സ്പേസ്. Next one is chip space or gash. It is a gap between the teeth. It provides space for chip flow. It is a region between back of one tooth and the face of the next tooth. So this is chip space or gash. So chip space or gash means space between back of the one tooth and face of the next tooth. അപ്പോൾ ഒരു ടൂത്തിൻ്റെ ബാക്കും അതേപോലെ തന്നെ അതിന് പിന്നിലത്തെ ടൂത്തിൻ്റെ ഫേസിൻ്റെയും ഇടയിലെ ഗ്യാപ്പിനെയാണ് എന്ത് പറയുക, ഗാഷ് ഓർ ചിപ്പ് സ്പേസ് എന്ന് പറയുന്നത്. സോ വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദിസ് സ്പേസ് ഈസ് ഇറ്റ് പ്രൊവൈഡ് സ്പേസ് ഫോർ ചിപ്പ് ഫ്ലോ. ഇവിടെയാണ് ചിപ്പ് ഫ്ലോ ചെയ്യാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് ഈ ഗ്യാഷിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫില്ലറ്റ്. ഇറ്റ് ഈസ് എ കർവ്ഡ് സർഫസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗ്യാഷ്. ഇറ്റ് ജോയിൻ ദി ഫേസ് ഓഫ് വൺ ടൂത്ത് ടു ദ ബാക്ക് ഓഫ് ദ ടൂത്ത് ഇമ്മീഡിയറ്റ്ലി എഹെഡ്. സി, ഇതിനെയാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. So this is a curved surface which join face of one tooth and back of the immediately ahead tooth. അപ്പോൾ ഒരു ടൂത്തിൻ്റെ ഫേസും അതിന് മുന്നിലത്തെ ടൂത്തിൻ്റെ ബാക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന കർവ്ഡ് സർഫസിനെയാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. Then outer diameter and root diameter. See, outer diameter, it is a diameter of the circle passing through the cutting edge. കട്ടിംഗ് എഡ്ജിലൂടെ കടന്നു പോകുന്ന സർക്കിളിൻ്റെ ഡയമീറ്ററിനെയാണ് ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ദെൻ റൂട്ട് ഡയമീറ്റർ. ഇറ്റ് ഈസ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ പാസിംഗ് ത്രൂ ബോട്ടം ഓഫ് ഫില്ലറ്റ്. അതായത് ഫില്ലറ്റിലൂടെ കടന്നു പോകുന്ന
സർക്കിളിൻ്റെ ഡയമീറ്ററിനെയാണ് റൂട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും, കട്ടിംഗ് എഡ്ജിലൂടെ കടന്നു പോകുന്ന സർക്കിൾ ഡയമീറ്റർ. ദെൻ റൂട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത് ഫില്ലറ്റിലൂടെ കടന്നു പോകുന്ന സർക്കിളിൻ്റെ ഡയമീറ്ററിനെയാണ് എന്ന് പറയുന്നത് റൂട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത്. Then next one, primary clearance angle. It is an angle between back of the tooth and tangent to the outside circle. See, it is necessary to prevent the back of the tooth from rubbing against the workpiece. അപ്പോൾ എന്താണ് പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ? ഇറ്റ് ഇസ് എ ആംഗിൾ ബിറ്റ്വീൻ ബാക്ക് ഓഫ് ദ ടൂത്ത്, ടൂത്തിൻ്റെ ബാക്കും അതേപോലെ തന്നെ ടാൻജൻറ്റ് ടു ദി ഔട്ട്സൈഡ് സർക്കിൾ, ഇത് തമ്മിലുള്ള ആംഗിളിനെയാണ് പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. സി യു ക്യാൻ സി ദിസ് ഈസ് എ പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ. ഇപ്പോൾ ടൂത്തിൻ്റെ ബാക്ക് സൈഡും അതേപോലെ തന്നെ ടാൻജൻറ്റ് ടു റൂട്ട് ഡയമീറ്ററിന് ടാൻജൻ്റ് ആയി, ഔട്ടർ ഡയമീറ്ററിന് ടാൻജൻ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ തമ്മിലുള്ള ആംഗിളിനെയാണ് പ്രൈമറി ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡറി ക്ലിയറൻസ്. ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ സ്ലോപ്പിംഗ് സർഫസ് ഓഫ് ദ ടൂത്ത് ആൻഡ് ദ ടാൻജൻറ്റ് ടു ദി ഔട്ട്സൈഡ് സർക്കിൾ. ഇപ്പോൾ സ്ലോപ്പിംഗ് സർഫസും ഔട്ട്സൈഡ് ഡയമീറ്റർ സർക്കിളിന് ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളിനെയാണ് സെക്കൻഡറി ക്ലിയറൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സെക്കൻഡറി ക്ലിയറൻസ്. ഈ ഒരു സ്ലോപ്പിംഗ് സർഫസും അതുപോലെ തന്നെ ഔട്ടർ ഡയമീറ്റർ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിളിനെയാണ് സെക്കൻഡറി ക്ലിയറൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റേക്ക് ആംഗിൾ. ഇറ്റ്സ് എ ആംഗിൾ ബിറ്റ്വീൻ ഫേസ് ഓഫ് ദ ടൂത്ത് ആൻഡ് റേഡിയൽ ലൈൻ പാസിംഗ് ത്രൂ ദ കട്ടിംഗ് എഡ്ജ്. ഇപ്പോൾ റേക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഫേസ് ഓഫ് ദ ടൂത്ത്, ടൂത്തിൻ്റെ ഫേസും അതേപോലെ തന്നെ എ റേഡിയൽ ലൈൻ പാസിംഗ് ത്രൂ ദ കട്ടിംഗ് എഡ്ജ്, ഇത് തമ്മിലുള്ള ആംഗിളിനെയാണ് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. സോ റേക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്, ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ ഫേസ് ഓഫ് ദി ടൂത്ത് ആൻഡ് എ റേഡിയൽ ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദി കട്ടിംഗ് എഡ്ജ്. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് റേക്ക് ആംഗിൾ എന്ന്. അടുത്ത ലിപ്പ് ആംഗിൾ. ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ ദ ലാൻഡ് ആൻഡ് ഫേസ് ഓഫ് ദ ടൂത്ത്. ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ലാൻഡും അതുപോലെ തന്നെ ഇതാണ് ലാൻഡ് എന്ന് പറയുന്നത്, ലാൻഡും ഫേസും തമ്മിലുള്ള ആംഗിളിനെയാണ് ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ലിപ്പ് ആംഗിൾ ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് ഫേസ് ഓഫ് ദി ടൂത്ത്. ഇപ്പോൾ ഒരു ടൂത്തിൻ്റെ ലാൻഡും അതേപോലെ തന്നെ ഫേസും തമ്മിലുള്ള ആംഗിളിനെയാണ് ഇത് പറയുന്നത് ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. Then heel, the point at which secondary clearance angle end. സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ എൻഡ് ചെയ്യുന്ന പോയിന്റിനെയാണ് ഹീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹീൽ. സി ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഹീൽ വേർ ദ സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ എൻഡ്. നെക്സ്റ്റ് വൺ, വിഡ്ത്ത് ഓഫ് ദ ടൂത്ത് ബേസ്. ഇറ്റ് ഈസ് എ തിക്നെസ് ഓഫ് ദ ടൂത്ത് അറ്റ് ദ ബേസ്. സി ടൂത്തിൻ്റെ തിക്നെസ്, ബേസിലെ ടൂത്തിൻ്റെ തിക്നെസ്സിനെയാണ് വിഡ്ത്ത് ഓഫ് ദ ടൂത്ത് അറ്റ് ബേസ് എന്ന് പറയുന്നത്. ദെൻ റിലീഫ് ആംഗിൾ. ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് കട്ടിംഗ് എഡ്ജ്. ലാൻഡും കട്ടിംഗ് എഡ്ജും തമ്മിലുള്ള ആംഗിളിനെയാണ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ ടൂത്ത് ആംഗിൾ. ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ ടൂത്ത് ഫേസ് ആൻഡ് പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ. ടൂത്ത് ഫേസും അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ ടൂത്ത് ഫേസ് ആൻഡ് പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ. ടൂത്തിൻ്റെ ഫേസും പ്രൈമറി ക്ലിയറൻസ് ആംഗിളും തമ്മിലുള്ള ആംഗിളിനെയാണ് ടൂത്ത് ആംഗിൾ എന്ന് പറയുക. സോ ഇത്രയാണ് ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടറിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 2 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ അബൌട്ട് നോമൻക്ലേച്ചർ ഓഫ് പ്ലെയിൻ മില്ലിംഗ് കട്ടർ. അപ്പോൾ ഞാൻ നോട്ടിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതിനൊരു 7 മാർക്കിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെട്ടിച്ചുരുക്കി എഴുതിയാണിത്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്താൽ മതി. ഒരു 7-8 മാർക്കിനാണ് ചോദിക്കുക, അതിലൊരു 4 മാർക്കോളം മിക്കവാറും ഫിഗറിന് ഉണ്ടാവും. ഫിഗർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം ചോദിച്ചതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പ്ലെയിൻ അബൌട്ട് നോമൻക്ലേച്ചർ ഓഫ് പ്ലെയിൻ മില്ലിംഗ് കട്ടർ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.